ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളൊരു വീട് പണിയാന്ന് വിചാരിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കും ആദ്യം തയ്യാറാക്കുക അല്ലേ. ഈ പ്ലാനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ വീടിനെ സംബന്ധിച്ച് റൂംസ് എത്ര എണ്ണം ഉണ്ട്, അവ തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും. ഈ വെബ്സൈറ്റിൽ വരുന്ന ഡാറ്റകൾ, അതിൻ്റെ ഉള്ളിലുള്ള ടൈപ്സ് എന്തൊക്കെയാണ്, കൃത്യമായിട്ട് ഡാറ്റയുടെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ നമ്മൾ ഈ ഡാറ്റകൾ ടേബിൾസിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റകളെ കുറിച്ചിട്ടുള്ള വെൽ ഡിഫൈൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാറ്റ മോഡൽസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ മോഡൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ മോഡൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഡാറ്റാബേസിലത്തെ ഡാറ്റ സ്ട്രക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ റിലേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാറ്റ മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡാറ്റ മോഡൽസിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വേണ്ട ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഡയഗ്രത്തിലെ പോലെ എംപ്ലോയിയുടെ ഒരു ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, ജോബ് ഓപ്പണിങ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ടേബിളുകളിലും എന്തൊക്കെ ഫീൽഡുകൾ വേണമെന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. ഈ എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിലത്തെ ഡാറ്റകളും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീൽഡുകളും എന്താന്ന് ഒരു ധാരണ വേണം. അതിനെയാണ് നമ്മൾ ഡാറ്റ മോഡൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡാറ്റ മോഡൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഡാറ്റകളെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ആദ്യം വേണം എന്നുള്ളതാണ്. ഈ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻസ്, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം ആദ്യം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഉണ്ടായാലാണ് ഈ ഡാറ്റയുടെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഒരു വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഡാറ്റ മോഡൽസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഡാറ്റയുടെ ക്വാളിറ്റി, ഇന്റഗ്രിറ്റി എന്നിവ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഡാറ്റയ്ക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. ഇത് കൂടാതെ യൂസേഴ്സിന് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് നടത്താനും സഹായിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്പ് ഡാറ്റ മോഡൽസ് ആണുള്ളത്. കൺസെപ്ഷണൽ ഡാറ്റ മോഡൽ, ലോജിക്കൽ ഡാറ്റ മോഡൽ ആൻഡ് ഫിസിക്കൽ ഡാറ്റ മോഡൽ. ആദ്യം നമുക്ക് കൺസെപ്ഷണൽ ഡാറ്റ മോഡൽസ് എന്താണെന്ന് നോക്കാം. കൺസെപ്ഷണൽ ഡാറ്റ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിന്റെ ബേസിക് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡാറ്റയുടെ സ്ട്രക്ചർ, അതിന്റെ റിലേഷൻസ്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആയിരിക്കും. അതായത് ഡാറ്റാബേസിനെ പറ്റിയിട്ടോ ഡാറ്റയെ കുറിച്ചിട്ടോ ഒന്നും യാതൊരു നോളേജും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിലാവും ഇതിൽ ഡാറ്റാബേസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. കൺസെപ്ഷണൽ ഡാറ്റാബേസ് മോഡൽസിൽ നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മൾ ഡാറ്റാബേസിന്റെ മോഡലൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കും ഇതിൽ, അതിന്റെ റിലേഷൻസ് ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷന്റെ ഡാറ്റാബേസ് നിങ്ങൾ എടുക്കാം. അപ്പോൾ അതിൽ തന്നെ എംപ്ലോയിയുടെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിന്റെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. എംപ്ലോയിയുടെ ടേബിളിൽ തന്നെ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പേര്, ID, പ്ലേസ്, ഫോൺ നമ്പർ, ഇതെല്ലാം എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ എൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിന്റെ ID, പ്രൊജക്റ്റിന്റെ നെയിം, പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ളതൊക്കെയാണ് പ്രൊജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി എംപ്ലോയി ടേബിളും പ്രൊജക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതിനെ കാണിക്കാനായിട്ട് എംപ്ലോയീസ് വർക്ക് വിത്ത് പ്രൊജക്റ്റ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് എംപ്ലോയിയും പ്രൊജക്റ്റും തമ്മിലുള്ള ടേബിൾസിന്റെ റിലേഷൻസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒരു ഡാറ്റാബേസിലത്തെ ഡാറ്റകൾ, ടേബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ കൺസെപ്ഷണൽ ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലോജിക്കൽ ഡാറ്റ മോഡൽസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ലോജിക്കൽ ഡാറ്റ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിന്റെ മോർ ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിന്റിനെയാണ് പറയുന്നത്. അതായത് ഒരു ഡാറ്റാബേസിലത്തെ പല പല ടേബിൾസ്, ആ ടേബിൾസിൽ വരുന്ന ഒരുപാട് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഈ ആട്രിബ്യൂട്ട്സിന്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ കീ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യണം, അതുപോലെ ആ ടേബിളിൽ എന്തൊക്കെ കീകളാണുള്ളത്, പ്രൈമറി കീ ഏതാണ്, ഫോറിൻ കീ ഏതാണ്, ഇങ്ങനെ ടെക്നിക്കലി ഐഡന്റിഫൈ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ.
അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന മോഡലാണ് ലോജിക്കൽ ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയിയുടെ ഒരു ടേബിൾ ഉണ്ട്, ജോബ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടേബിൾ ഉണ്ട്, സാലറി ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ട്. അങ്ങനെ അതിലുള്ള കംപ്ലീറ്റ് ടേബിൾസ് ഉണ്ട്. ഈ ടേബിൾസിലൊക്കെ എന്തൊക്കെ വേണമെന്ന് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫീൽഡുകൾ. അതുപോലെ ആ ഫീൽഡുകളിൽ തന്നെ പ്രൈമറി കീ ആയിട്ട് ഫോറിൻ കീ ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ അതിൽ ഏതൊക്കെ കീകളാണ് പ്രൈമറി കീ ആക്കി വെക്കേണ്ടത്, ഏതൊക്കെ കീകളാണ് ഫോറിൻ കീ ആക്കി വെക്കേണ്ടത്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ, ടെക്നിക്കൽ വ്യൂ ആയിരിക്കും ലോജിക്കൽ ഡാറ്റ മോഡലിൽ ഉണ്ടായിരിക്കുക. ഇത് കൂടുതലും പ്രോഗ്രാമേഴ്സിനായിരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഇതാണ് ലോജിക്കൽ ഡാറ്റ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ഫീൽഡുകളും അതിന്റെ കീകൾ എന്തൊക്കെയാണെന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാറ്റ മോഡൽസ് ആണ്. ഫിസിക്കൽ ഡാറ്റ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിലത്തെ ഡാറ്റയുടെ ഫിസിക്കൽ സ്റ്റോറേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു ടേബിൾസിലത്തെ ഫീൽഡുകൾ, ഇതിന്റെ ടൈപ്പുകൾ, ഇവയുടെ സ്റ്റോറേജ് ഇൻഫോർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതായത് ഇതൊരു ഫൈനൽ കൺസ്ട്രക്ഷൻ പ്ലാൻ പോലെയാണ്. ഫിസിക്കൽ ഡാറ്റ മോഡൽസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എംപ്ലോയി മാനേജ്മെന്റ് സിസ്റ്റം തന്നെ എടുക്കാം. അപ്പൊ ഇതില് ഫിസിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഇൻഫോർമേഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് പറയാം. ഒരു ടേബിളിലുള്ള ഡാറ്റകളുടെ ഓരോ ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൈപ്പുകൾ എന്തൊക്കെയാണ്, അതിന് എത്രയാണ് ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ കൂടുതൽ ഇതിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടോ, എംപ്ലോയി നമ്പർ അത് ന്യൂമറിക് ആണ്, അതിന് എത്ര ലെങ്ത് വരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം എന്താണ്, ക്യാരക്ടർ ടൈപ്പ് ആണ്, അതിന് എത്ര ലെങ്ത് വരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സ്റ്റോറേജ് ഇൻഫോർമേഷൻസും റെപ്രസെന്റ് ചെയ്യണതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ മോഡൽസിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ഡാറ്റ മോഡൽസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പല ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിൽ തന്നെയുള്ള ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.